നിങ്ങൾക്കെല്ലാവർക്കുള്ളൊരു സംശയമല്ലേ ഇംഗ്ലീഷിൽ മുഴുവൻ സ്കോറും വാങ്ങാൻ പറ്റുമെന്നുള്ളത്? അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിച്ചാലാണ്, എങ്ങനെ പഠിച്ചാലാണ് ഇംഗ്ലീഷിൽ മുഴുവൻ സ്കോറും വാങ്ങാൻ പറ്റുക എന്നുള്ളത്? മുഴുവൻ സ്കോറും വാങ്ങാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് 2026 SSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്, SSCയുടെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്, ഈ മാറിയ സാഹചര്യത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ദ ലെജൻഡ് ഓഫ് SSC ഇംഗ്ലീഷ്. നമുക്കറിയാം, ഇംഗ്ലീഷിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. അതായത് ഒന്ന് ഗ്രാമർ പാർട്ട്, രണ്ട് കോംപ്രിഹെൻഷൻ ഭാഗം, മൂന്നാമത്തത് ആണ് ഇത് വൊക്കാബുലറി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഗ്രാമർ പാർട്ടും വൊക്കാബ്സും അല്ല ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിരുന്നത്. ഗ്രാമർ പാർട്ട് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ റൂൾസ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. മുൻപായിരുന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ബുക്സ് ഉണ്ടായിരുന്നു. നമുക്ക് SSC ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. നീതു സിംഗ് മാമിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു, KD ക്യാമ്പസിൻ്റെ ബുക്സ് ഉണ്ടായിരുന്നു, SB ബക്ഷിയുടെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൽ പാർട്സ് ഓഫ് സ്പീച്ച് വെച്ചിട്ട് നൗൺസ്, പ്രൊനൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് റൂൾസ് നമ്പേഴ്സ് ഇട്ടിട്ടാണ് 120 റൂൾസ്, 100 റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് റൂൾസ് പഠിക്കും. റൂൾസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഗ്രാമർ പാർട്ടിൽ നമ്മൾ ചെയ്യാറുള്ളത്, അല്ലേ? വൊക്കാബ്സ് ആണെങ്കിലോ, വൊക്കാബ്സ് നമ്മൾ ചെയ്യാറുള്ളത് ആദ്യ കാലങ്ങളിലായിരുന്നെങ്കിൽ കിരൺസിൻ്റെ ബുക്ക് എടുക്കും. കിരൺസിൻ്റെ ബുക്ക് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ബുക്ക് വന്നത്. അതായത് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിനൊന്ന് അടക്കി കറക്റ്റായിട്ട് ഓർഡറിൽ ABCD ഓർഡറിലൊക്കെ കൊടുത്തിട്ടാണ് കിരൺ വൊക്കാബുലറി, ബ്ലാക്ക് ബുക്കിൻ്റെ വൊക്കാബുലറി ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വർക്കിംഗ് ആയിരുന്നു, ആക്ച്വലി ഇത് വർക്കിംഗ് ആയിരുന്നു. ഇത് മാത്രം പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷിൽ ഫുൾ ഔട്ട് ഓഫ് ഫുൾ വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇത് മാത്രം പഠിച്ചിട്ട്. ഇതിനു മുമ്പ് 2025 മുമ്പ് ഇംഗ്ലീഷിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ആരും ഇറക്കിയിരുന്നില്ല. ഇംഗ്ലീഷിനെ കുറിച്ചിട്ട്, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആരും ചോദിച്ചിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രം, മൈന്യൂട്ട് പെർസെൻറ്റേജ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇംഗ്ലീഷിന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2025 ശേഷം, എഡ്യൂക്കേറ്റീവ് പാറ്റേണിലേക്ക് വന്നതിന് ശേഷം ഇംഗ്ലീഷ് കുറച്ച് പാടായി തുടങ്ങി. അതായത് മുൻപ് വളരെ ഈസി ആയിട്ട് 50-50 വാങ്ങിയിട്ടുള്ള ആളുകൾ ഇന്ന് 35 മാർക്ക് വാങ്ങാനായിട്ട് അത്രയും കഷ്ടപ്പാട് എടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഈ കോംപ്രിഹെൻഷനാണ്. അവിടെയാണ് നമുക്ക് ഈ കോംപ്രിഹെൻഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗ്രാമറിലും വൊക്കാബ്സിലൊക്കെ ആ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രാമറിൽ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, പുതിയ ടൈപ്പ് ഓഫ് റൂൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വൊക്കാബ്സിലും പുതിയ വേർഡ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വില്ലിനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കോംപ്രിഹെൻഷൻ? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രിഹെൻഷൻ എന്ന് വരിക? ഗ്രാമറിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വരും? വൊക്കാബ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇംഗ്ലീഷ് മുമ്പ് എന്തായിരുന്നു? അത്യാവശ്യം എളുപ്പമായിരുന്നു. 50-50 മാർക്ക് വാങ്ങാനായിട്ട് അധികം എഫേർട്ടൊന്നും എടുക്കേണ്ടി വരാറില്ല. അത്യാവശ്യം ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക്, ഇംഗ്ലീഷ് മീഡിയമോ CBSE ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വെറും വൊക്കാബ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ എന്ത് കിട്ടുമായിരുന്നു? 50-50 മാർക്ക് കിട്ടുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 48+ ഒക്കെ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു വൊക്കാബ്സ് ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല. 35 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പ് എന്തുകൊണ്ട് എളുപ്പമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളുണ്ടല്ലോ, നീതു മാമിൻ്റെയൊക്കെ ബുക്സ്, അതായത് നീതു സിംഗിൻ്റെ ബുക്ക്, KD ക്യാമ്പസിൻ്റെ ബുക്ക്, അങ്ങനെയുള്ള ബുക്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള റൂൾസ് മാത്രമേ, ആ റൂൾസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റൂൾസാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വൊക്കാബ്സ് ആണെങ്കിലും കോംപ്രിഹെൻഷനൊക്കെ എന്താണ്? PYQ ബേസ്ഡ് ആയിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് Tier 1 എക്സാംസിന്
Tier 1 എക്സാംസിന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് PYQ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല വരുന്നത്. അതായത് വൊക്കാബ്സിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. വൊക്കാബ്സ് എന്ന് പറയുമ്പോൾ പുതിയ പുതിയ വേർഡ്സ്, അത് മുമ്പ് നമ്മൾ സിനോണിംസും ആൻറ്റോണിംസും വൺ വേർഡ്സും ഇതിലേക്കാണ് വൊക്കാബ്സ് ബേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ ക്ലോസ് ടെസ്റ്റ് അല്ലേ, അതായത് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നമുക്ക് വൊക്കാബുലറിയുടെ യൂസേജ് വരുന്നുണ്ട്. മാത്രമല്ല റീഡിങ് കോംപ്രിഹെൻഷനിലൊക്കെ എന്ത് വരാറുണ്ട്, വൊക്കാബുലറിയുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ വെറും ഗ്രാമർ പഠിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വെറുതെ വൊക്കാബ്സ് മാത്രം വായിച്ചതുകൊണ്ടോ നമുക്ക് ഇംഗ്ലീഷിനെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് ഗ്രാമറും പഠിച്ചു, വൊക്കാബുലറും പഠിച്ചു, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് റീഡിങ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന പോലെ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ GK ആണെങ്കിൽ GK ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ച് വൊക്കാബ്സ് നമുക്ക് അവിടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതല്ലാതെ കോംപ്രിഹെൻഷൻ ഒന്നും ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ച് അത് തന്നെ വരുന്ന സാഹചര്യമില്ല. ഇംഗ്ലീഷ് മലയാളം പോലെ ഹിന്ദി പോലെയൊക്കെയുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് സ്കോർ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വായിക്കാം, എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇംഗ്ലീഷ് നമ്മുടെ ഉള്ളിലെ ഇംഗ്ലീഷിനെ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ ഇനിയുള്ള സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് 35 ഇപ്പോൾ വാങ്ങുന്നൊരുത്തിന് 35 വാങ്ങുന്നൊരുത്തിന് ഇനി 50ലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ 45+ എത്തണമെങ്കിൽ അവൻ്റെ റീഡിങ് സ്കില്ലിനനുസരിച്ചായിരിക്കും, അവൻ്റെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിനനുസരിച്ചായിരിക്കും അവൻ ഇനി സ്കോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പാറ്റേൺ, ഈ TCS പാറ്റേൺ ആണ് പറയുന്നത്. കറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഗ്രാമർ റൂൾസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരുന്നു, സിനോണിം ആനോണിംസ് ഒക്കെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു, മോഡറേറ്റ് ഷോർട്ട് ആൻസേഴ്സ് സെൻറ്റൻസസ് ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, Tier 1 എക്സാമിന് Tier 1 ഈ നടന്നിട്ടുള്ള CGയിലെ Tier 1 എക്സാംസിന് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ആയിരുന്നെങ്കിലും Tier 2 എക്സാമിലേക്ക് വന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റിയിട്ടുണ്ട്? TCS പാറ്റേണിലേക്ക്, അതായത് PYQ പാറ്റേണിലേക്ക് ഒരു തിരിച്ചു പോക്ക് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ നടന്നിട്ടുള്ള CGയിലെ Tier 2 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ബാക്കിയുള്ള ഈ റീഡിങ് കോംപ്രിഹെൻഷൻ ഒഴിച്ച്, അതായത് നമ്മുടെ ഈ കോംപ്രിഹെൻഷൻ്റെ പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും എന്തായിരുന്നു? ഈ PYQ തന്നെയാണ്. അപ്പോൾ നമുക്ക് TCS പാറ്റേണിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. TCS പാറ്റേണിനെ മൊത്തത്തിൽ ഒഴിവാക്കി ഇപ്പോൾ സാറ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കുന്നില്ല, ന്യൂസ് പേപ്പർ ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് PYQ ചോദിക്കുന്നുണ്ട്, PYQ Tier 1ലും ചോദിക്കുന്നുണ്ട്, പല ക്വസ്റ്റ്യൻസും PYQs ആണ്. PYQയിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല, പക്ഷെ എന്താണ് അതിൻ്റെ കൂടെ ഒരു മിക്സും വരുന്നുണ്ട്. അതെന്താണ്, PYQൻ്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ കോംപ്രിഹെൻഷൻ എന്തായിരിക്കും? മുമ്പും കോംപ്രിഹെൻഷൻ ചോദിച്ചിരുന്നു, ഇപ്പോഴത്തെ കോംപ്രിഹെൻഷൻ കുറച്ചുകൂടി ഡെൻസാണ്. നമുക്കത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ റീഡിങ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ, നമ്മുടെ റീഡിങ് സ്പീഡ് കൂടുകയാണെങ്കിൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഗ്രാമർ ആണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസും വൊക്കാബ് ആപ്ലിക്കേഷനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വൊക്കാബുലറി കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കോംപ്ലക്സും ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഇപ്പോൾ ഒരു എറർ കറക്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ, എറർ കറക്ഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ചെറിയൊരു എറർ ആണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ലെങ്തി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് വളരെയധികം ചേഞ്ച് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്, അല്ലെങ്കിൽ നറേഷൻ, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതൊക്കെ വളരെയധികം മുമ്പ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്ഷൻസ് മാത്രം നോക്കി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് 4 or 6 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ വോയിസസും നറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോഴത്തെ സാഹചര്യം മാറി, നറേഷൻ കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ട് ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് TCS പാറ്റേണിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല, എഡ്യൂക്കേറ്റീവ് പാറ്റേണും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം PYQ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള CGയിൽ Tier 1 ആണ് നമ്മുടെ എക്സാം എങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 35 to 45 ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 50 വേണ്ടേ സാർ? അല്ലേ, 35 to 45 ആണെങ്കിൽ 50 വേണ്ടേ? 50 വേണം. ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ 35 ബിലോ ആണ് കിട്ടുന്നതെങ്കിൽ, 35 മാർക്കിനും താഴെയാണ് കിട്ടുന്നതെങ്കിൽ
ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക 35 എന്ന്. അപ്പോൾ എക്സാം പാടാണെങ്കിൽ, എക്സാം ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാവിടോ. അതായത് എക്സാം പാടാണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും. ഇംഗ്ലീഷിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് ഒന്ന് ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം നമുക്ക്, അല്ലേ. നമ്മൾ ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും, നമുക്ക് കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ എന്താണ്, നമ്മൾ ആൻസർ കിട്ടുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ തോന്നൽ ആയിരുന്നു തെറ്റെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല, എന്താണ് പല ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് നമ്മൾ വെറുതെ അറ്റംപ്റ്റ് ചെയ്ത് കളയുന്ന ഒരു കാര്യം. കാരണം എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ അത് കാരണം എന്താണ്, നമുക്കത് ശരിയാണെന്ന് തോന്നിയിട്ട് നമ്മളത് അറ്റംപ്റ്റ് ചെയ്ത് നെഗറ്റീവ് വരാനായിട്ട് കൂടുതൽ സാധ്യത. അപ്പോൾ പാടുള്ള ഒരു എക്സാം ആണെങ്കിൽ, പാടുള്ള എക്സാം ആണെങ്കിൽ നമുക്ക് 35 മാർക്ക്, അതായത് എല്ലാവർക്കും എന്താണ് കിട്ടുന്നൊരു ആവറേജ് മാർക്കിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടിയാൽ 35 ആണെങ്കിൽ 35 മതി, 45 ആണെങ്കിൽ 45 മതി. നമ്മൾ ഓവർ കോൺഫിഡൻസ് കാണിച്ച് 50 മാർക്ക് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ്, കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 35+ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യുക, 45 എന്ന് പറയുന്ന ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. 45 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നൊന്നുമില്ല, 45ൻ്റെ മുകളിലേക്കും പോവാം. 35 ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല, 35 ബിലോ കിട്ടുന്ന ആൾക്കാർക്കും 45ലേക്ക് എത്താം. പക്ഷേ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കണം, 35 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് എന്താണ്, നമുക്ക് 3 ആൾക്കാരാണുള്ളത്. വൊക്കാബ്സ് ഉണ്ട്, അല്ലേ, വൊക്കാബ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്രാമർ പാർട്ട് ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. അപ്പോൾ ഇവർ എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് 2026, അതായത് നമ്മുടെ 2026 CGL നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ ഈ പറയുന്ന ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. വൊക്കാബുലറിയുടെ കാര്യം ഞാൻ പറയാം. വൊക്കാബുലറി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് PYQ വൊക്കാബ്സ് കംപ്ലീറ്റ് ആക്കുക. ആദ്യം ഇതുവരെ കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ PYQ വൊക്കാബ്സ് എന്ന് പറയുമ്പോൾ സാർ ബ്ലാക്ക് ബുക്ക് പഠിക്കണോ എന്നൊരു ചോദിക്കുകയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ബ്ലാക്ക് ബുക്ക് പഠിക്കണോ എന്നുള്ളത്. അതുപോലെ ബ്ലാക്ക് ബുക്ക് ആണോ കിരൺസ് ആണോ നല്ലത് സാർ, അതോ പിനാക്കിൾ ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. എടോ, ഈ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നതും കിരൺസ്, പിനാക്കിൾ എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്, ഈ PYQ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബ്ലാക്ക് ബുക്ക് ഔട്ട്ഡേറ്റഡ് ആണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം PYQ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ അടുത്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ബ്ലാക്ക് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അതിലത്തെ വൊക്കാബിൾ, സിനോണിംസ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അടുത്ത വൊക്കാബ്സിലേക്ക് കടക്കുക. കാരണം നമുക്കൊരു ബേസ് ഇല്ലാതെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഒരുപാട്, ഓക്കെ നാളെ തൊട്ട് ഹിന്ദു എഡിറ്റോറിയലിൽ നിന്ന് ഒരുപാട് വൊക്കാബ്സ് പഠിക്കും, ഇത് മാത്രം പഠിച്ചു പോകുള്ളൂ, PYQ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചോദിക്കുക. ഈ പ്രാവശ്യത്തെ CGLൻ്റെ Tier 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, CGL Tier 2 എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ PYQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ചോദിക്കില്ല എന്ന്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ബ്ലാക്ക് ബുക്കിൽ നിന്ന് സിനോണിംസ്, വൺ വേർഡ്സ്, ഇഡിയംസ്, ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. ഒരു ദിവസം ഇത്ര എണ്ണം വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 50 എണ്ണം ഒരു ദിവസം, സിനോണിംസ് 50 എണ്ണം, വൺ വേർഡ്സ് 50 എണ്ണം, ഇഡിയംസ് 50 എണ്ണം വെച്ച് പഠിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു 100 ദിവസം, ഇനി എക്സാമിന് ഒരു 100 ദിവസം കിട്ടാമെന്ന് വിചാരിക്കും. എക്സാം കറക്റ്റ് എക്സാക്ട് ഡേറ്റിന് മുമ്പ് ഒരു 100 ദിവസം കിട്ടുകയാണെങ്കിൽ 5000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്തു. ആലോചിച്ച് നോക്കണം, സിനോണിംസ് 5000, വൺ വേർഡ്സ് 5000, ഇഡിയംസ് 5000. ഈ 5000 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ള 5000 വൊക്കാബിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് പറയാം. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫിക്സ്, ഇപ്പോൾ 30 എണ്ണം പഠിക്കാൻ പറ്റുമെന്നുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ചിലപ്പോൾ സിനോണിംസ് കുറച്ച് പഠിക്കാൻ ഡ്രൈ ആണ്, കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ സിനോണിം 30 പഠിച്ചാൽ മതി, ബാക്കിയുള്ള 50 പഠിച്ചോളൂ. എന്നാലും ചെയ്യേണ്ട കാര്യം, ഇന്ന് നിങ്ങൾ 30 ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ 30 ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യണം. ഓക്കെ, അതല്ലാതെ 30 ക്വസ്റ്റ്യൻ പഠിച്ചു, ഇന്ന് നാളെ 30 പഠിച്ചു, മറ്റന്നാൾ 30 പഠിച്ചു, അങ്ങനെ 30 വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം പഠിച്ച 30 എണ്ണം 5-ാമത്തെ ദിവസം ആകുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് പഠിക്കുന്ന കാര്യം നാളെ റിവൈസ് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, 5-ാമത്തെ ദിവസം ഒന്നും കൂടിയും ഇന്ന് റിവൈസ് ചെയ്ത കാര്യം പഠിക്കുക. പിന്നെ പഠിക്കേണ്ട, ഈ 2 റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലേക്ക് ഈ സംഭവം ഇരിക്കും. പിന്നെ ഇത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും
ട്രിക്സ് ഉണ്ടെങ്കിൽ ട്രിക്സും കൂടിയും ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. കാരണം ഈ സിനോണിംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കാണാതെ പഠിക്കുന്നതാണ്. അപ്പോൾ വെറുതെ പഠിച്ചു പോവാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ഏതെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് റൂട്ട് വേർഡ്സോ അല്ലെങ്കിൽ ഇമേജ്സോ ഒക്കെ വെച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ട്രിക്കുകൾ, സിനോണിംസിനൊക്കെ വേണ്ടിയിട്ട് അറിയാവുന്ന ട്രിക്കുകൾ വെച്ചിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇതാണ് വൊക്കാബ്സുമായിട്ട് വെച്ച് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വൊക്കാബ്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ആൾ ഗ്രാമറാണ്. ഈ ഗ്രാമർ ഇപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രാമറിൻ്റെ റൂൾസ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിരിക്കും, നൗൺസ്, പ്രൊനൗൺസ്, വേർബ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രാമർ റൂൾസ് ചാപ്റ്റർ വൈസ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും 100 റൂൾസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 120 റൂൾസ് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവർ നമ്പർ ഇട്ട് പറയുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാമറിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എറർ കറക്ഷൻ വരാറുണ്ട്, അതുപോലെ തന്നെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട്. പിന്നെ ഈ ഗ്രാമറിൻ്റെ പല റൂൾസും ഇപ്പോൾ പാരാജമ്പിളിലോ റീഡിങ് കോംപ്രിഹെൻഷനിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരാറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് എറർ കറക്ഷനും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിനാണ് നമ്മൾ സാധാരണ ഗ്രാമർ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഗ്രാമറിലാണ് അല്ലേ? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വൊക്കാബ്സ് തന്നെ പഠിക്കാൻ പറയുള്ളൂ. ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുക ഗ്രാമറിലാണ്. ഈ ഗ്രാമറിൽ ആകെ ചോദിക്കുന്ന ഏതാണ്? സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ എറർ കറക്ഷൻ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ വൊക്കാബ്സും അതുപോലെ തന്നെ കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. ഇത് പഠിച്ചിട്ട് ഇപ്പോൾ 100 റൂളാണെങ്കിൽ 100 റൂളും പഠിക്കുക, 100 റൂളിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. പക്ഷേ അത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം? ഈ കോംപ്രിഹെൻഷനും വൊക്കാബ്സിനും കൊടുക്കണം. കാരണം അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പഠിക്കുമ്പോൾ റൂൾസ് പഠിക്കുക, റൂൾസ് റിവൈസ് ചെയ്യുക, റൂൾസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ SSC കേരള ഹെൽപ്പേഴ്സിൻ്റെ ചാനലിൽ നമ്മൾ 2 ഗ്രൂപ്പ്സ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും മറ്റൊന്ന് അഡ്വാൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് 2 ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ റൂൾസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂൾസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴും ഗ്രൂപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ താഴെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗ്രാമർ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, റൂൾസ് മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ ഗ്രാമർ ഈസി ആയിട്ട്, ഇപ്പോൾ 100 റൂൾസാണ് പഠിക്കുന്നതെങ്കിൽ 100 റൂൾസാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 1 or 2 monthsനുള്ളിൽ ഗ്രാമർ പാർട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ വരുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും റീഡിംഗ് എന്നുള്ളതാണ് നമ്മൾ ആക്കേണ്ടത്. 3ാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ റീഡിംഗ് എന്ന് കൊടുത്തത്. കോംപ്രിഹെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷനാണ്, RC ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഉദ്ദേശിക്കുന്നത് ക്ലോസ് ടെസ്റ്റ് ആണ്. മൂന്നാമത് ഉദ്ദേശിക്കുന്നത് പാരാജമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് കോംപ്രിഹെൻഷനിൽ തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ Tier 2 പോയപ്പോൾ ഏകദേശം ഒരു 20-25 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ഭാഗത്തു നിന്നാണ്? നമ്മുടെ ഈ കോംപ്രിഹെൻഷൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ റീഡിങ് സ്കില്ലില്ലാത്തൊരാൾക്ക്, സ്വന്തമായിട്ട് ഇൻബിൽട്ടായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാത്തൊരാൾക്ക് വെറുതെ കാണാതെ പഠിച്ചിട്ടോ റൂൾസ് പഠിച്ചിട്ടോ പോയിട്ട് കിട്ടാൻ സാധ്യതയില്ല ഈ കോംപ്രിഹെൻഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം? എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള RCൻ്റെ ക്വസ്റ്റ്യൻസ്, ക്ലോസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാരാജമ്പിളുടെ ക്വസ്റ്റ്യൻസ് കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്ത് പോകാം. പക്ഷെ അതിനും എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. നമ്മുടെ ഉള്ളിലെ ലാംഗ്വേജിനെ ബിൽഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് മാത്രം സാധിക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മുഴുവൻ ന്യൂസ് പേപ്പർ വായിക്കാൻ നിങ്ങൾ സമയം എടുത്താലും അതൊരിക്കലും വെറുതെ ആവില്ല. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ എക്സാമിന് ഇംഗ്ലീഷിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.
മാത്രമല്ല നമ്മൾ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ, ദേ, ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം, ദേ ഈസ് പ്ലേയിങ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കറിയാം. ദേ ഈസ് പ്ലേയിങ് എന്നല്ല പറയുക, ദേ ഈസ് പ്ലേയിങ് എന്നല്ല പറയുക, ദേ ആർ പ്ലേയിങ് എന്നാണ് പറയാം, അല്ലേ? നമുക്ക് ഈ ദേ ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നും, അല്ലേ? അത് പറയുമ്പോൾ ഒരു സുഖമില്ല. ദേ ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പറയുമ്പോൾ ഒരു സുഖമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് പറയും, ദേ ആർ പ്ലേയിങ് എന്ന് പറയും, അല്ലേ? ആ സുഖമില്ലായ്മ എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മുടെ ഉള്ളിലുള്ള ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ത്, ഈ ഈസ് അല്ല വരേണ്ടത്, ദേ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാലേ അത് മീനിങ് ഫുൾ ആവൂ, അത് കംപ്ലീറ്റ് ആവൂ എന്ന് പറഞ്ഞു തരുന്നതാണ്. അത് റൂളല്ല, നമ്മൾ റൂള് പഠിച്ചുകൊണ്ടല്ല ദേ ആർ പ്ലേയിങ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പണ്ട് തൊട്ടേ ഇത് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്, കേട്ട് ശീലിച്ചിട്ടുണ്ട്, ദേയുടെ കൂടെ ആറാണ് വരിക എന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഈ സംഭവം, ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് റീഡിങ് ഉണ്ടായിരിക്കണം. ഈ റീഡിങ്, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ നമ്മുടെ റീഡിങ് സ്പീഡ് കൂടും. നമുക്ക് വളരെ കടുകട്ടിയുള്ള വാക്കുകളാണെങ്കിലും കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാ ദിവസം, ഇന്ന് മുതൽ നിങ്ങളൊരു 100 ദിവസം ന്യൂസ് പേപ്പർ വായിച്ച് നിങ്ങളുടെ എക്സാമിന് പോവുകയാണെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷനിൽ നിങ്ങളെ തോൽപ്പിക്കാനായിട്ടാവില്ല. ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. അതായത് ഇന്ന് മുതൽ 100 ദിവസം നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി 1 hour വായിക്കുന്നുണ്ട്. ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിലും, ഹിന്ദു തന്നെ ആവണമെന്നില്ല, ഏത് ഇന്ത്യൻ എക്സ്പ്രസ്സോ ഏത് ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ 100 days 1 hour വെച്ച് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ആൻസേഴ്സ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് കൂടും. പാരജമ്പിൾ ആണെങ്കിലും ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതല്ലാതെ അതിനൊരു ട്രിക്കില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്, അവരുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതേ കാര്യം തന്നെ ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ SSC കേരള ഹെൽപ്പേഴ്സിൻ്റെ ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഹിന്ദു എഡിറ്റോറിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹിന്ദു എഡിറ്റോറിയൽ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഹിന്ദു എഡിറ്റോറിയൽ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 70 എഡിറ്റോറിയൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ എഡിറ്റോറിയൽ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം എന്താണ്, അവിടെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മലയാളത്തിലുള്ള മീനിങ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടി, റീഡിങ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു 5 ചോദ്യങ്ങൾ, അതായത് ഈ എഡിറ്റോറിയലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. 1 word സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്, സിനോണിംസ് കൊടുക്കുന്നുണ്ട്, ഇഡിയം ഫ്രേസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ, നമുക്ക് ഈയിടെ റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് സെൻറ്റൻസ് സ്ട്രക്ചർ. അതുപോലെ സ്റ്റാറ്റിക് GK കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇപ്പോൾ 70 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 70 ദിവസം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് 70 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. ഇനിയും അവർക്കൊരു 100 ദിവസം എന്ന് വിചാരിക്കുന്നു. 170 days കൃത്യമായിട്ട്, അതായത് 170 days കൃത്യമായിട്ട് ഈ ഒരു ഹിന്ദു എഡിറ്റോറിയൽ ചലഞ്ച് ചെയ്തു പോകുന്ന ഒരാളും റൂൾസും ഗ്രാമർ റൂൾസും വൊക്കാബുലറിയും മാത്രം, അല്ലെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ PYQ മാത്രം ചെയ്തു പോകുന്ന ഒരാളും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ സ്കോർ ഉണ്ടായിരിക്കും? നോക്കൂ, ഇതെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. കോംപ്രിഹെൻഷൻ കൊടുക്കുന്നുണ്ട്, 1 words കൊടുക്കുന്നുണ്ട്, സിനോണിംസ് നമ്മൾ പറയുന്നില്ലേ, വൊക്കാബ്സ്, അതായത് നമ്മൾ സാധാരണ PYQ ആണ് പഠിക്കുന്നത്. ആ PYQ അല്ലാതെ പുറമേ നിന്ന് വരുന്ന സിനോണിംസ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. 5 എണ്ണം, ഡെയിലി 5 എണ്ണം. 100 ദിവസമാണെങ്കിൽ നിങ്ങൾ 500 വൊക്കാബ്സ് പഠിക്കും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, 500 പുതിയ സിനോണിംസും ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ 2 പേര് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആർക്കായിരിക്കും അവിടെ കൂടുതൽ എഡ്ജ് ഉണ്ടായിരിക്കുക? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യാം. പക്ഷേ പറയുന്ന കാര്യം എന്താണ്, റീഡിങ് സ്കില്ല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2026 CGL എക്സാമിന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ SSC ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് റീഡിങ് സ്കിൽ ഉണ്ടായിരിക്കണം, കോംപ്രിഹെൻഡ് ചെയ്യാൻ അറിയണം. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഞാൻ പറഞ്ഞു, എറർ കറക്ഷൻ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, നറേഷൻ, വോയിസസ്, സ്പെല്ലിംഗ് കറക്ഷൻ, സിനോണിംസ്, സെൻറ്റൻസ്, ഇത്രയും 12 കാര്യങ്ങളാണ് മെയിനായിട്ട് SSCയുടെ എക്സാംസ് നമ്മൾ ചോദിക്കുക. അതിൽ ഈ
എറർ കറക്ഷനും സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഗ്രാമറിൻ്റെ പാർട്ടിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ നറേഷനും വോയിസസും വേണമെങ്കിൽ നമുക്ക് ഗ്രാമറിൻ്റെ പാർട്ടിൽ പറയാം, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിന് കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, അതല്ലാതെ സ്പെല്ലിംഗ് കറക്ഷൻ ആണെങ്കിലും സിനോണിംസ്, ആൻറ്റോണിംസ്, ഇഡിയം ഫ്രേസസ്, വൺ വേർഡ്സ്, ഹോമോണിംസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വൊക്കാബുലറി പാർട്ടും പാരാജമ്പിൾ, ക്ലോസ് ടെസ്റ്റ്, ഫിൽ ദ ബ്ലാങ്ക്സ് ഒക്കെ എന്താണ്? ഓക്കെ, ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നോക്ക്, റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടിയുണ്ട്. ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒറ്റ ചോദ്യത്തിൽ എന്തുണ്ടായിരിക്കും? 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 മാർക്കാണ്. ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഓക്കെ, ആ റീഡിംഗ് നമുക്ക് എത്രത്തോളം സ്കോർ വാങ്ങി തരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SSCയുടെ CGLൻ്റെ എക്സാമിന് ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൊക്കാബ്സ് പഠിക്കുക, അതുപോലെ തന്നെ റൂൾസ്, ഗ്രാമർ റൂൾസ് 100 റൂൾസ് കൃത്യമായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്യുക. അതിനും കൂടുതൽ 1 hour ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ന്യൂസ് പേപ്പർ പഠിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ അത്, ഹിന്ദു ആണെങ്കിൽ ഇത്, ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിലും 1 hour നിങ്ങൾക്ക് ഏതാണോ ടോപ്പിക് ഇഷ്ടമുള്ളത് ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഒക്കെ വായിക്കാൻ സമയമില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, SSC കേരള ഹെൽപ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഡെയിലി എഡിറ്റോറിയൽ ചലഞ്ച് കൊടുക്കുന്നുണ്ട്. ആ എഡിറ്റോറിയൽ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്താലും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിൽ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിനും നമ്മൾ 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സിന് അവർക്ക് പ്രിപ്പറേഷനാണ്, പ്ലാനാണ്, ഡെയിലി പ്ലാൻ കൊടുക്കുന്നൊരു ബാച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ടൊരു ദിവസം എത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കും, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മളതിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മളതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്, ജോയിൻ ചെയ്യണം. നിങ്ങൾക്കൊരു പുഷ് മാത്രമാണ് ഇനി വേണ്ടത് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇനിയും നമുക്ക് CGL പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഇപ്പോഴും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.